വേലൂരിൽ പെരിയാറിലേക്ക് വീണ്ടും മാലിന്യം ഒഴുക്കുന്നുവെന്ന പരാതി. പൊതുമേഖലാ സ്ഥാപനമായ TCCയാണ് രാത്രിയോടെ മലിനജലം പുറത്തേക്ക് ഒഴുക്കിയത്. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ സാമ്പിൾ ശേഖരിച്ച് മടങ്ങിയതിന് പിന്നാലെയാണ് നടപടി. പറഞ്ഞോണ്ട് ഞങ്ങളൊന്നും ഒഴുക്കല്ല എന്ന് പറഞ്ഞിട്ട് ഇതിൽ കൂടി രാത്രിയാകുമ്പോൾ ഒഴുക്കി പാട പോലെ ഇവിടെ കെട്ടിക്കിടക്കണാണ്. നമ്മുടെ പെരിയാറിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. കെട്ടിവെച്ച് അതിങ്ങനെ ഒഴുകി പുഴയിലേക്ക് ഇത്രയും ഫ്ലോയിൽ പുഴയിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പുഴയിൽ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം രാത്രി കളറ് വ്യത്യാസമുണ്ട്. പാട പോലെ അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്. ആദിത്യൻ ഓമനക്കുട്ടൻ വിവരങ്ങളുമായി. ആദിത്യൻ, പൊതുമേഖലയിലുള്ള ഒരു കമ്പനി തന്നെ ഈ പുഴ മലിനമാക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട നിയമലംഘനമായി മാറുന്നു. ഇത് ഏത് സ്ഥലത്താണ്? എന്തുതരം വെള്ളമാണ്, എന്തുതരം മാലിന്യമടങ്ങിയ വെള്ളമാണ് പുഴയിലേക്ക് ഒഴുക്കുന്നത്? രതീഷ്, വളരെ ഗുരുതരമായ ഒരു പരാതിയാണ് ഇപ്പോൾ ഈ പെരിയാറിലെ മാലിന്യ തള്ളലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. കാരണം നമുക്കറിയാം, ഈ ജൂൺ 7-നും 8-നും ഉണ്ടായ ഈ മത്സ്യക്കുരുതിയുടെ വാർത്ത ഏറെ ഞെട്ടലോടെയാണ് നമ്മൾ നോക്കിക്കണ്ടത്. അതിന്റെ അന്വേഷണവും പരിശോധനകളും ഒക്കെ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കുന്നു, വിഷമൊഴുക്കുന്നു എന്ന തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തു വരുന്നത്. ഈ ഏലൂർ, എടയാർ മേഖലകളിൽ നിന്ന് ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇതിനു മുൻപ് സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. അപ്പോൾ പെരിയാറിൽ കൂടുതലിടങ്ങളിൽ മലിനജലം ഒഴുക്കുന്നുവെന്ന് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തലും പുറത്തു വന്നിരുന്നു. സമിതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വീണ്ടും പെരിയാറിൽ വിഷമൊഴുക്കുന്നു എന്ന തരത്തിലുള്ള പരാതി വരുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുൾപ്പെടെ മലിനജലം ഒഴുക്കിയെന്ന് ഇതിനു മുൻപ് ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഈ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് പരിശോധന നടത്തി മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ മടങ്ങി കഴിയുമ്പോഴാണ്, ഈ സാമ്പിളിംഗ് കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് ഈ മാലിന്യം ഒഴുക്കിയതായി നാട്ടുകാർ പരാതിപ്പെടുന്നത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ വീണ്ടും സ്ഥലത്തെത്തി സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അതിന്റെ പരിശോധനാ ഫലമൊക്കെ ഇനി നാളെ ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ പുറത്തു വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഏലൂർ, എടയാർ മേഖലയിൽ പെരിയാറിൽ മാലിന്യം ഒഴുക്കുന്നു, മത്സ്യക്കുരുതി ഉണ്ടാകുന്നു. എന്നിട്ടും ഇത്തരത്തിൽ മലിനം ഒഴുക്കുന്ന ആ ഒരു പ്രവണതയിൽ നിന്ന് മാറ്റം ഉണ്ടാവുന്നില്ല എന്നാണ് ഉയരുന്ന ചോദ്യം. എന്തായാലും നാടിനെ നടുക്കിയ ഒരു മത്സ്യക്കുരുതിക്ക് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വരുന്ന ഒരു നഷ്ടം കർഷകർക്ക് ഉണ്ടാക്കിയ ഒരു സംഭവത്തിന് തൊട്ടു പിന്നാലെയും ഇത്തരത്തിലുള്ള പ്രവണത വീണ്ടും തുടരുകയാണെന്നുള്ളതാണ് നാട്ടുകാരുടെ കടുത്ത ആശങ്ക. രതീഷ്.